അങ്ങനെ നീണ്ട 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും മുടി വെട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നടന്ന് കയറിയത് നമ്മുടെ കാക്കനാട് ആർട്ട് ലാബിലോട്ട് തന്നെയാണ്. ബിക്കോസ് എനിക്ക് ദൂരേക്ക് വണ്ടി ഓടിച്ച് പോകാൻ ഇപ്പോഴും ധൈര്യം ഇല്ലടേ. അങ്ങനെ പണ്ട് എൻ്റെ മമ്മി കുളിപ്പിച്ചതിനേക്കാളും നന്നായിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ്റെ തല കുളിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് മുടി വെട്ടി തുടങ്ങി. മുടി വെട്ടുമ്പോൾ ആ ചേട്ടൻ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാനും തിരിച്ച് കുറേ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഹിന്ദിയിൽ മോശക്കാരല്ലല്ലോ, പണ്ട് തൊട്ടേ ദൂരദർശൻ കേട്ട് വളർന്നവരായതുകൊണ്ട് നമ്മൾ പിടിച്ചു തന്നു. പക്ഷെ ചേട്ടൻ വിചാരിച്ചു ഞാൻ ഹിന്ദിക്കാരിയാണെന്ന് കേട്ടോ. ശരിക്കും വയ്യ. അങ്ങനെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്ന് എൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് പോകുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ എന്താ വെച്ചാൽ ഒരു വീഡിയോ എടുത്താലും. അങ്ങനെ വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്തേക്കാമെന്ന് പറഞ്ഞ് പുറത്ത് പോയി വീഡിയോ എടുത്ത് അവർ ആ വീഡിയോ എനിക്ക് കാട്ടി തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പൊന്നാളിയാ എനിക്ക് ഇത്ര സൗന്ദര്യമോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ എന്നെ ഇത്രയും സൗന്ദര്യത്തിൽ കാണുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരു വർഷത്തിൽ ഒരു ദിവസമൊക്കെ ഇത്ര ഭംഗിയായിരിക്കും. ബിക്കോസ് വർഷത്തിലൊരു ദിവസമാണല്ലോ മുടി വെട്ടുന്നത്. അതിങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അടുത്ത 2-3 ദിവസത്തേക്ക് കുളിക്കാതിരുന്നാലോ എന്ന് ആലോചിക്കാതില്ലാതുള്ള. എന്തായാലും ഇതിൽ കാണാനാണ് സിനിമാ നടിയുടെ പോലെയുള്ളേ. നിങ്ങൾ പറയൂന്നേ. എന്തായാലും ഓവറാക്കി ഞാൻ കൊള്ളാക്കുന്നില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കാക്കനാടുള്ളവരാണെങ്കിൽ മുടി വെട്ടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നാട്ടിലെ ബൈ ബാരക്സിലൊന്ന് പോയി നോക്കിക്കോ. അടിപൊളിയാണ്. ഈ ചേട്ടൻ്റെ പേര് ഞാൻ ചോദിച്ചു മറന്നുപോയി. ഇനി ഈ വീഡിയോ കാട്ടി കൊടുത്ത ചിലപ്പോൾ ആ ചേട്ടൻ മുടി വെട്ടി തന്നാലോ. അങ്ങനെ വെച്ചാൽ നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നെ കണ്ടില്ല, അയ്യോ എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തന്നെ കൊതിയായിട്ട് വയ്യ. അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം കരീസ്മ.